അപ്പൊ ഇന്നത്തെ പണിയേ ഇതാ ഇവന്മാർക്കൊക്കെ ഒന്ന് വിരമരുന്ന് കൊടുക്കുകയാണ്. നമ്മളെ ഫാമിലെ മുട്ടന്മാർക്കാണ് കേട്ടോ ഒന്ന് വിരമരുന്ന് കൊടുക്കുന്നത്. പെണ്ണാടുകൾക്കൊക്കെ നമ്മൾ ഇതിന് മുന്നേ അക്കത്തിന് ചെനയാണ് വിരമരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞതാണ്. അപ്പൊ മുട്ടന്മാരെ നമ്മൾ വേറൊരു കൂട്ടിലേക്ക് ഇതാ ഈ ഷെഡിലേക്ക് മാറ്റുന്നതിന്റെ വീഡിയോ ചെയ്തതാണ്. ഇവർക്ക് വിരമരുന്ന് കൊടുക്കുന്നൊക്കെ കാണിച്ചാൽ രണ്ടാമത്തെ ഡോസ് ഒന്നുകൂടെ കൊടുക്കുക കേട്ടോ. എന്നുവെച്ചാൽ ഇവരൊക്കെ ഒന്ന് ബോഡി കയറി വരുന്ന സമയമാണ്. ഈ സമയത്ത് നല്ല വിരമരുന്നൊക്കെ കൊടുത്ത് റെഡിയാക്കിയാലേ പെട്ടെന്ന് വളർച്ച കൂടുതലാവുള്ളൂ. അപ്പൊ ഇതാണ്ടില്ല നമ്മുടെ കറുപ്പനൊക്കെ കുറച്ച് ഇണക്കായിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ ഈ കറുപ്പിന്റെ തുണയാടുണ്ടായിട്ടോ ഇന്നലെ രണ്ട് കറുപ്പായിരുന്നു. ഒന്ന് നല്ല കടും കറുപ്പായിരുന്നു കേട്ടോ. അതിന് ഇന്നലെ നമ്മളെ കൂട്ടുകാരൻ കൊണ്ടുപോയിട്ടോ. എന്നിപ്പോ UP സ്കൂളിൽ പഠിച്ച രാഹുല് കുറെ കാലത്തിന് ശേഷം കൂട്ടുകാരനെ കണ്ടുപിട്ടി പോയി കച്ചവടത്തിന് കൂട്ടുകാരൻ പറഞ്ഞത് ആടിനെ വാങ്ങിക്കാൻ വന്നത്. അവന്റെ കുട്ടിയുടെ എന്തോ ഒരു നേർച്ചയുടെ ആവശ്യത്തിന് ഫുൾ ബ്ലാക്ക് ആടുവാണെന്ന് പറഞ്ഞ് വിളിച്ചതാ. അപ്പം ഇതിന്റെ തുണ ഒരു 30 കിലോ ലൈവ് വെയിറ്റിലുണ്ട്. അതിനൊന്നും അവൻ കൊണ്ടുപോയി. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. വലിയ കുഞ്ഞുങ്ങളെ പേടിക്കണ്ട. ഏതായാലും അവിടെ ചെറിയൊരു കുരുണ്ട്. അത് കരോളി ക്രോസിനൊക്കെ വരുന്നതാണ്. കരോളികൾക്ക് അത് പെട്ടെന്ന് പൊട്ടിപ്പോട്ടെ. അത് ചെറിയൊരു വലിയ രോഗമായിട്ട് പേടിക്കുന്ന വേണ്ട. ഇത് ചെറിയൊരു നീര് നിറയും. അതങ്ങനെ പൊട്ടിക്കും. വലിയ ആടുകൾക്കൊക്കെ ഉണ്ട്. അത് കരോളി ക്രോസ് വരുന്നതിനാട്ടോ വരുന്നത്. ഞാൻ എന്തായാലും ഒന്ന് വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചായിരുന്നു. ഇതാട്ടോ ബാക്കിയുള്ള മുട്ടന്മാർ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇപ്പം രാഹുൽ പിന്നെ വീഡിയോ കണ്ടിട്ടല്ല ഒരു കൂട്ടുകാരൻ ബേസിൽ വന്ന് വാങ്ങിച്ചു പോയതാണ്. അല്ലാതെ 2 ആടുകൾ നമ്മൾ ഇതിന് കൊടുത്തുപോയി. ബാക്കിയുള്ള മുട്ടക്കുഞ്ഞുങ്ങളൊക്കെ ഇപ്പുറത്തും ഉണ്ട് കേട്ടോ. ഇവരുടെ പ്രായം എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു 8.5 മാസമായി. 9 മാസത്തിലേക്ക് കടക്കുന്നത്. ഇപ്പുറത്തുള്ളതൊക്കെ ഒരു 7.5 മാസമായി. അപ്പൊ ചെറിയ ഒരു 10, 15, 20 ദിവസത്തിനൊക്കെ വ്യത്യാസത്തിലാണ് ഈ ആടുകുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ അങ്ങനെ ആ വലുപ്പത്തിൽ അതിനനുസരിച്ച് വ്യത്യാസമുണ്ട്. പെൺകുഞ്ഞുങ്ങളൊക്കെ നമ്മൾ എല്ലാത്തിനും കൊടുത്തു. ഒരു കുഞ്ഞ് മാത്രം നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ. അത് അപ്പുറത്തെ ഷെഡിൽ ഞാൻ കാണിച്ചു തരുന്നു. ഇതിന് കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചതാണ്. അപ്പൊ ഇതിന് കോഴി ഷെഡിന്റെ ചെറിയൊരു പണിയില്ല. നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ മാറ്റാനൊക്കെ ആയിട്ട് ഷെഡ് ചെറുതായിട്ടൊന്ന് പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനത് റെഡി ആക്കി കൊടുക്കുക. എടാ വാട നമുക്ക് കൊടുക്കാം. ഫോനും കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിരമരുന്ന് കൊടുത്തു കഴിയും. അപ്പൊ നമ്മൾ ആടിനൊക്കെ ചോദിച്ചപ്പം വീഡിയോ ചെയ്തപ്പോഴൊക്കെ കുറെ ആൾ മുട്ടൻ കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ എന്താ റേറ്റ് ഇതൊന്നും കാണാതെ ആയിട്ട് ചോദിക്കുന്നത് എത്ര വില. അപ്പൊ ഞാൻ പറയും ഫാമിൽ വന്നിട്ട് നേരിട്ട് വേണം. ഇതൊക്കെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ട് കാര്യമില്ല. വീഡിയോയിൽ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുമ്പോഴൊന്നും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാണാൻ ഒരു മുതൽ അങ്ങനെ കണ്ട് പറയുന്നത് ശരിയല്ല. അപ്പൊ അവർക്ക് ഇത്ര ഉള്ളൂ, അതിൽ കൂടുതലാണോ ഒന്നും അറിയില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് ഇതുപോലൊക്കെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് വെയിറ്റിലാണെങ്കിൽ ലൈവ് വെയിറ്റിലാക്കിയിട്ട് എടുക്കാം. അതിന് മതിപ്പിനായിട്ട് ഞങ്ങൾ കൊടുക്കുന്ന മതിപ്പിലൊക്കെ അങ്ങ് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അദ്ദേഹം പറഞ്ഞില്ല. ഇതൊക്കെ നമ്മൾ ഇന്നലെ വെയിറ്റ് എടുത്തതാണ്. 30 കിലോ നമ്മൾ അവൻ കൊണ്ടുപോകുന്നതുകൊണ്ട് രണ്ടും സെയിം തൂക്കായിരുന്നു. അവന് ഫുൾ ബ്ലാക്ക് കുറച്ചും കൂടെ ഈ ചെവിയിൽ ഇതിന് കുറച്ച് വൈറ്റ് ഷെയ്ഡ് വന്നുകൊണ്ട് അവൻ അത് മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ആവശ്യക്കാരൊക്കെ നേരിട്ട് നമ്മൾ ഫാമിൽ വന്നിട്ട് വീഡിയോ കണ്ടിട്ട് ആടുകൾ ഇഷ്ടപ്പെട്ടാൽ നേരെ ഇങ്ങോട്ട് വരിക. പിന്നെ നമ്മളൊരു 10 കിലോമീറ്റർ ഒക്കെ ഇങ്ങനെ ചുറ്റളവിലൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ഡെലിവറി ചെയ്ത് നമ്മളെ വുഡ്സ് ഉണ്ട്. അതിന് അപ്പുറത്തേക്ക് ദൂരത്തിലൊന്നും നമുക്ക് ടൈം ഉണ്ടാവില്ല. ഇത് അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യും, 10 കിലോമീറ്റർ ഉള്ളിൽ കേട്ടോ. അത് ഞാൻ ആദ്യം പറയാം. ഇതിനാണ് തുടങ്ങല്ലേ നമ്മൾ എത്തിച്ചു കൊടുക്കുക. അത് നമ്മൾ സ്കീമിലൊക്കെ അങ്ങനെ തന്നെ ചെയ്യല്. പെൺകുഞ്ഞുങ്ങൾ പിന്നെ അധികം നമ്മള് പഞ്ചായത്ത് പദ്ധതികൾ ഉണ്ടാവും, മൃഗാശുപത്രി പദ്ധതി ഉണ്ടാവും, അല്ലാതെ കുടുംബശ്രീയുടെ പദ്ധതി ഉണ്ട്. കുടുംബശ്രീക്കാണ് ഇപ്പം കുടുംബശ്രീ ഇഷ്ടംപോലെ ഓർഡർ നമുക്ക് കൊടുക്കാനില്ല. അപ്പൊ ഈ റേഞ്ചിലുള്ള പെൺകുഞ്ഞുങ്ങളൊക്കെ ഇത്ര അല്ലായിരുന്നു, അത് അപ്പുറം കാണുന്ന ആ റേഞ്ചിലായിരുന്നു നമ്മൾ പെൺകുഞ്ഞുങ്ങളെ കൊടുത്തത്. അത് പിന്നെ ഗവൺമെന്റിന്റെ ഫിക്സഡ് റേറ്റ് ഉണ്ട്. ഇപ്രാവശ്യം നമ്മൾ എത്രയായിരുന്നു അവര് അപ്പൊ കൊടുത്തിട്ട് ഒരു മാസമായിട്ടോ. ആ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 8000 രൂപ കേട്ടോ. ഒരു ആട്ടുകുഞ്ഞിന് വരുന്നത്, പെൺകുഞ്ഞിനൊക്കെ വരുന്നത്. അപ്പൊ ഒരു മാസം മുന്നേ അവർ കൊടുത്തുപോയി. അപ്പൊ ആ ബാച്ചിലുള്ളതിന് അധികം കൊടുത്ത്. ഈ വലുപ്പത്തിലൊക്കെ അധികം മുട്ടന്മാർ തന്നെയായിരുന്നു, വലിയ ബാച്ചിൽ കുറച്ച്. അങ്ങനെ കൊടുത്തതിൽ ഇപ്പൊ നമ്മൾ കൊടുത്തത് എങ്ങനെ ഒരു സെറ്റ് എന്ന് പറയുന്നത് 3 ആടാണ് കുടുംബശ്രീ വഴി ST-കാർക്ക് കൊടുക്കുന്നത് കേട്ടോ. അതൊക്കെ സെലക്ഷൻ ഒക്കെ അവർ തന്നെയാണ്. നമ്മൾ ആടുകളെ മാത്രം കൊടുക്കുക. ഇപ്പൊ 2 പെണ്ണാടും ഒരു മുട്ടൻ കുഞ്ഞും, അങ്ങനെ കുറച്ച് മുട്ടൻ കുഞ്ഞുങ്ങൾ പോയിട്ട് അതിൽ കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്നത് ഇതിന് മുന്നേ കൊടുത്തത് ഇവന്മാർക്കൊക്കെ ആൽബൻഡസോൾ ആട്ടോ. അപ്പം ചെനയുള്ളവർക്ക് നമ്മൾ ഫെൻബെൻഡസോൾ കൊടുത്തു. ഈ വലിയ ആടുകൾക്കൊക്കെ ഈ പ്രസവിച്ചിട്ടേ കൊടുക്കുള്ളൂ. അതിന് മുന്നേ നമ്മൾ എല്ലാവർക്കും എന്ത് ചെയ്യുക, ഒന്ന് ടീറ്റി എടുക്കണം. ഞാൻ പിന്നെ സ്പീഡിൽ എല്ലാ കാര്യങ്ങളും പറയുന്നത് എന്താ വെച്ചാൽ ആളുകൾക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും കൂടെ അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൂടെ പെട്ടെന്ന് പറയുന്നത്. വലിയ വീഡിയോ ആക്കി എടുക്കാനും പറ്റില്ല. അപ്പോൾ ഉള്ള വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കൂടെ ആളുകൾക്ക് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്നും ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇതൊക്കെ കറക്റ്റ് ആവണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കും അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, എന്തായാലും കമന്റിലൂടെ പറയട്ടോ. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതിലും ചെറിയ ഐഡിയാസ് ഒക്കെ വ്യത്യാസം വരുത്തിയിട്ടൊക്കെ പല ആളുകളും ചെയ്യും. നമുക്ക് ഇതൊക്കെ ഒരു 35 കിലോയ്ക്ക് മുകളിലുണ്ടാവും കേട്ടോ ഈ വലുത്. അപ്പൊ അതിനനുസരിച്ച് ഇതിപ്പോ നമ്മള് 10 കിലോയ്ക്ക് 4 മില്ലി എന്ന തോതിലായിട്ട് എടുക്കുന്നത്. വിരമരുന്നിന് ഡോസ് അങ്ങനെ. പിന്നെ മരുന്ന് രൂപത്തിലുള്ള കൊടുക്കാണ് ഏറ്റവും നല്ലത്. നീ കൊടുത്താൽ ഞാൻ പിടിച്ചാലാ. അയ്യോ കുറച്ച് ചിലവര് നല്ല അടങ്ങിക്കും, ചിലവര് ചെറിയ പറിച്ച് കേട്ടോ. കറക്റ്റാക്കി അധികം സ്പീഡും വേണ്ട, നല്ല കേട്ടോ.
എടുത്തോ ആ ഇടയ്ക്കും അത് നോക്കണം. അങ്ങോട്ട് വലിയ കുഴപ്പമില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ ആകെ പേടിച്ചു, അവിടെ റിസ്ക് ആവുന്നത്. ഇനി അടുത്ത് 30 കിലോ ഉണ്ട്. ഏകദേശം കറുപ്പല്ലേ, 12 മില്ലി മതി. മുന്നേ കൊടുത്ത് നമ്മള് ചെറിയ സിറിഞ്ചായിരുന്നു എടുത്തത്. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി ഡോസ് കൂട്ടണം മരുന്നിന്റെ വലുപ്പം വെക്കുന്ന അനുസരിച്ച്. അപ്പൊ വലുത് നിന്നോ ഇത് മറിഞ്ഞിട്ടൊന്ന് കാണിച്ചു വെക്കടാ. ഇത് വീഡിയോ എടുക്കുന്നത് മറന്നു പോയിട്ടുണ്ട്. ഇതില്ലേ ഇത് കുഴപ്പമില്ല. ഇന്നലെ മറ്റേ ആടിന് നല്ല ഇണക്കായിരുന്നു കേട്ടോ. ശരിക്കും വീഡിയോ എടുത്ത് നല്ല രസമുണ്ട്. കയറിട്ടിട്ട് നമ്മളെ ആടുകൾക്ക് പ്രശ്നമുണ്ട്, കയറിടാത്ത ആടുകൾ. ഒരേ ആടിന് പോലും ഇവിടെ കയറിടൂല. കുത്തു കൂടിയാൽ പോലും ഞങ്ങളൊന്നും ചെയ്യില്ല, ഓപ്പൺ ആക്കി അങ്ങനെ വിടല്ല. അങ്ങനെ കുത്തുവിടില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ഒരു ചെറിയ റാഗിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, വലിയ വലുപ്പവും ചെറുപ്പം അനുസരിച്ച്. പക്ഷെ ഇന്നലെ അത് കയറിട്ട് കറക്റ്റ് കൂളായിട്ട് പോയി. കുറെ കാലത്തിന് ശേഷം ആട് നമ്മളെ ഇന്ന് റിസ്ക് ഇല്ലാതെ പോകുന്നത്. മറ്റേ ചാടി കളിക്കലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിനെ ഇവരൊക്കെ തൂക്കം പറയുകയാണെങ്കിൽ നമുക്കൊരു 20-ന്റെ 25-ന്റെ ഇടയ്ക്ക് തൂക്കായിട്ടുണ്ടാവും കേട്ടോ. അതങ്ങനത്തെ കളറാ. ഇവരൊക്കെ വലിയവനെ കുറച്ച് പണിയില്ലേ, എടുത്തില്ലേ? ഇനി എടുത്തോ, എടുത്തരാം. ഈ റെഡ് അല്ലേ എടുത്ത്. അപ്പുറത്ത് ചെല്ലുമ്പോഴേ നമുക്ക് മാറിപ്പോവാ, ഒരേ നിറങ്ങളാ. ഇവിടെ പിന്നെ നമുക്ക് കുറച്ചൊരു പിടുത്തം കിട്ടും. ഇന്നലെ നമ്മളെ വയനാട്ടിൽ തന്നെ വടുവഞ്ചാൽ ഭാഗത്തുനിന്ന് ഒരാൾ വിളിച്ചിരുന്നു ആടിനെ ചോദിച്ചിട്ട്. അപ്പൊ അവരും എത്ര റേറ്റ് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ വന്ന് കണ്ടാൽ മതി പറഞ്ഞപ്പോ എല്ലാം നിങ്ങൾ റേറ്റ് പറഞ്ഞപ്പോ നമ്മളിപ്പോ പറയുമ്പോ നമ്മൾ എന്തായാലും കുറച്ച് കൊടുക്കേണ്ടതിനും കുറച്ച് കൂടുതൽ ഇതാക്കിയിട്ടുള്ള റേറ്റ് പറയും. കുറച്ച് മാക്സിമം പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കൊടുക്കല് ചെയ്യാം. അത് ആരും നെറ്റ് റേറ്റ് പറഞ്ഞാൽ അതിലെന്തായാലും കുറച്ച് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അവർ പറഞ്ഞു നോക്കാന്ന് പറയാം. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, വയനാട്ടിലുള്ളവരൊക്കെ പേടിച്ചിട്ട് ചിലവർക്ക് ഭയങ്കര പേടിയാ. നേരിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. മറ്റേത് ഇങ്ങനെ വിളിച്ചു ചോദിച്ചിട്ട് കണ്ടാ ഇഷ്ടപ്പെട്ട എടുത്താൽ മതി. അല്ലാതെ നമ്മൾ നിർബന്ധിക്കുന്നുമില്ല. പിന്നെ വീഡിയോയിൽ നമ്മൾ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഈ റേഞ്ചിലുള്ള മുട്ടന്മാർക്കാണ് എപ്പോഴും ഡിമാൻഡ് ഉണ്ടാവുക. 1 വയസ്സിന് താഴെയുള്ള, 1 വയസ്സ് കഴിഞ്ഞ് മുകളിലോട്ട് പിന്നെ ഓരോ ആവശ്യം അനുസരിച്ചും അങ്ങനെയൊക്കെയാണ് വില വരിക. അപ്പൊ കുറച്ചുകൂടെ വില കുറയുക ചെയ്യുക. ഏറ്റവും നല്ലത് ഇത് ഈ ഇടത്തരം മുട്ടന്മാര്. ഇത് നമുക്ക് പെട്ടെന്ന് സെയിലാവുന്ന നമുക്കും അറിയാം. അങ്ങനെ എന്താ വെച്ചാൽ ഈ റേഞ്ചിൽ ആവശ്യക്കാർ ഇഷ്ടം പോലെ. കച്ചവടക്കാർക്കും ഇത് ഒരു മീറ്റ് പർപ്പസിന് വേണ്ടി കൊണ്ടുപോകുന്നവർക്കും ക്രോസിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നവർക്കും എല്ലാവർക്കും പറ്റിയ റേഞ്ച് ഇതാണ്. ഇനി നമ്മൾ അപ്പുറം ഷെഡിലുണ്ട് കിടക്കല്ലേ. അതിന് മുന്നേ ആ പെൺകുഞ്ഞിനെ ഒന്ന് കാണിച്ചു കൊടുക്ക്. അതിപ്പോൾ പുൽത്തൊട്ടിയിലുണ്ട്. അതൊക്കെ കണ്ടോ? ഈ പുൽത്തൊട്ടിയിലൊക്കെ അവൻ്റെ ഒറ്റ ഒന്നായതുകൊണ്ട് ഭയങ്കര വിളയാട്ടാണ്. ഇങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല, നാട്ടിൻകാശത്തുണ്ടോ ഭയങ്കര ദുൽമ അതിനെ കൊണ്ട്. അത് പിന്നെ ഒന്നിനെ അവിടെ നിർത്തിയതാണ് നമ്മൾ ഏതെങ്കിലും വലിയ ആടിനെ ഒഴിവാക്കുകയാണെങ്കിലൊക്കെ വെച്ച് ഇനി ആവശ്യക്കാർ വന്നാൽ കൊടുക്കും ചെയ്യും കേട്ടോ. അതാ നമ്മൾ കണ്ടാ പെട്ടെന്ന് അത് കയറും, അതിന് തള്ളാ കൂട്ടില്ല. അതാ വടിയില്ലാണ്ട് അത് കയറും ഉണ്ടോ. അപ്പൊ ആണെങ്കിൽ ആ കുഞ്ഞിനെയും കൊടുക്കാണ്ട് ഒരു പെൺകുഞ്ഞേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ആട് പ്രസവിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2 ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. ഇനി പറയില്ലേ ബിയമോള് കളിപ്പിച്ചതിന്റെ ഒക്കെ ഒരു വീഡിയോ നമ്മൾ ഇട്ടാണ്. ഇത് ഒരു കുഞ്ഞ് ചത്തുപോയില്ലേ. ഒരാടിന് 2 കുഞ്ഞുള്ളതിൽ ഒരു പെൺകുഞ്ഞ് ചത്തുപോയിട്ടോ. അത് ഇതാണ് പറഞ്ഞത്, എല്ലാം നമുക്ക് പിടിച്ചു കിട്ടൂല. ആ കുഞ്ഞിനൊരു പാല് കുടിക്കാനൊരു മടിയുണ്ടായിരുന്നു. നമ്മൾ കുറെ നോക്കി, വൈറ്റമിനൊക്കെ കൊടുത്തു നോക്കി, പക്ഷെ അത് പോയി. പക്ഷെ വേറൊരു ആടിന് ഒരു കുഞ്ഞും ഒന്നിന് 2 കുഞ്ഞുമായിരുന്നു. 3 കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. അവര് പേടിച്ചിട്ട് അങ്ങോട്ട് തലക്കി. നല്ല മാറ്റം വരുന്നുണ്ടല്ലേ കുഞ്ഞുങ്ങൾ മാറ്റിയിട്ടപ്പോ. വലിയ ഷെഡിൽ നിന്ന് മാറ്റി പുതിയ ഷെഡിക്ക് വന്നപ്പോഴേ കുഞ്ഞുങ്ങൾക്കൊക്കെ മാറ്റം വന്ന്. ഇതിനും ഉണ്ട് കേട്ടോ ആ ഒരു പ്രശ്നം വരുന്നത്. അതിന് അങ്ങനെയല്ല, ഇതാ ഇവിടെ വരുന്നത് ചെറുതായിട്ട് ഈ കരോളികൾക്ക് വരുന്നതാണ്. ചെറിയൊരു ബോൾ പോലെ അങ്ങനെ വരും. ഞങ്ങൾ ഒന്നും ചെയ്യില്ല, ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടിപ്പോലാണ്. കരോളി ക്രോസ് വരുമ്പോഴാണ് പ്രശ്നം. ഇപ്പൊ പെണ്ണാടുകളൊക്കെ നമുക്ക് മലബാറിയാണ്. ഈ മുട്ടന്മാര് കരോളി മുട്ടന്മാരെ ക്രോസ് ചെയ്യിക്കുമ്പോൾ വരുന്ന. ഇനി ഏതാ പിടിക്കുക? അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇതിനെ പിടിച്ചാലോ? ഇതിനെ പിടിച്ചാൽ പിന്നെ ഇതാട്ടോ. അല്ല ഇതിനെ എടുക്കാം അല്ലേ, ഒരേ നിറ. അതാ എന്നിട്ട് പിടിച്ചോട്ടോ. ഫസ്റ്റ് കൊടുത്താൽ അതല്ലേ ആ തലട്ടെ. ഇനി അതിനല്ലേ ഒരേ നിറമായതുകൊണ്ട് വലിയ പ്രശ്നം. നമ്മളെ കൂടെ എന്തായാലും അടിപൊളിയായിട്ട് നല്ല വൃത്തിയുണ്ടല്ലോ ആടുകള്. കറക്റ്റ് അവരെന്താ മുട്ടന്മാർ പൊതുവേ മൂത്രമൊഴിക്കൽ കൂടുതലാണ്. പക്ഷെ അതൊന്നും അങ്ങനെ ഒരു ശരീരത്തിനൊന്നും ആവാതെ വൃത്തിയായിരുന്നു. അതിനെ നോട്ടി കേട്ടോ. അതല്ലേ
നടുക്കത്തെ നോട്ട് ചെയ്ത് വെച്ചോ. ഞാനിങ്ങോട്ട് മരുന്ന് എടുക്കുമ്പോഴേ പെട്ടെന്ന് ഇവര് മാറിപ്പോയി നമുക്ക്. ഇതല്ലേ ഇതല്ലേ ഒക്കെ ഒരു 25 അടുത്ത് തൂക്കം വരും. 25 വരും അല്ലേ? ഒക്കെ ഇപ്പം നല്ലൊരു മേനി വന്നിട്ടില്ലേ? നമ്മൾ അന്നത്തെ വിരമരുന്ന് കൊടുത്തതും പിന്നെ മാറ്റിയിടുമ്പോൾ അവരെന്തായാലും വലിയ ആടുകൾ കൂട്ടത്തിൽ നിന്ന് വന്നാൽ തന്നെ ഒരു മാറ്റം വരും. അതാ പറയാം, ഇപ്പൊ ഒരു ബോഡി കേറുന്ന സമയം. എടാ ഇപ്പം ഇത് കൊടുത്തു. ഇനി കടുപ്പല്ല രണ്ടെണ്ണല്ലേ ഉള്ളൂ. ഇന്ന ഒരു കടുപ്പള്ള പിടിച്ചോ. എന്നാ ഈ കടുപ്പള്ള അടുത്ത് പിടിക്കാം. കടുപ്പം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ബ്രൗണ് കൂടിയത് കേട്ടോ. ചിലവര് ഭയങ്കര പാവം, ചിലവര് ഭയങ്കര പിടിക്കില്ല. പിന്നെ നമ്മള് ഗുളിക കൊടുക്കുന്നതിലൊക്കെ എത്രയും നല്ലതാട്ടോ. മരുന്ന് രൂപത്തിലുള്ള കൊടുക്കുന്നത് ഗുളിക ഡോസ് അതല്ലേ ഇനി പിടിക്കണ്ടേ? ഇതല്ലേ? പിടിച്ചോ. പിന്നെ ആട് വളർത്തല് എന്താ പറയാ, നല്ല റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മള് അങ്ങനെ കൂട്ടിലൊക്കെ കാണുമ്പോൾ നല്ല എളുപ്പമാണ്. നമ്മളൊന്നും പുറത്ത് വിടാതെ ഇങ്ങനെ വളർത്തുന്നതാണ്. അപ്പൊ തീറ്റ ഉണ്ടാക്കലും പിണ്ണാക്കൊക്കെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കും. ഈ രാവിലെ വെട്ടലൊക്കെ മിനിഞ്ഞാന്നൊക്കെ ഇതിനും ഞാനും രാത്രി, ഞാൻ 2 ദിവസം മുന്നേ കഴിഞ്ഞ ഞായറാഴ്ച 9 മണിക്കാണ് രാത്രി ഇല വെട്ടിക്കൊടുന്നത്. ആദ്യം ഒരു ലോഡ് കൊടുന്ന്, ലോഡ് കുറച്ച് കൂടിപ്പോയി, ടോർച്ചൊക്കെ എടുത്ത് പോയിട്ടൊക്കെ വെട്ടിക്കൊടുന്നു. അപ്പൊ അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള വിലയെ നമ്മൾ ആളുകൾ വരുമ്പോൾ ചോദിക്കുന്നുള്ളൂ. വലിയ വിലയൊന്നുമല്ല, എന്നാലും ഞങ്ങൾ മെനക്കെടും പണിക്കൂലിയൊക്കെ ഒന്ന് കിട്ടണം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ലാഭമായിട്ട് വരുന്നത് എന്താണ്, ആട്ടിൻകാഷ്ടം മറ്റു കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് ലാഭമായിട്ടൊക്കെ വരുന്നത്. അപ്പൊ നമ്മള് ഇന്ന് രാവിലെ ഇപ്പം ഇതിന് വരാൻ തന്നെ കാരണം ഇല വെട്ടുന്ന ദിവസമാണ്. രാവിലെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇലകളൊന്നും കാണിച്ചാൽ ഇന്ന് രാവിലെ വെട്ടിക്കൊടുന്നു ഞങ്ങള്. അപ്പം എല്ലാത്തിനും നമ്മള് വിരമരുന്ന് കൊടുത്തു. ഇവന്മാർക്കേ കൊടുക്കുന്നുള്ളൂ. ഇനി അതില് ആ പെൺകുഞ്ഞിന് മാത്രം കൊടുക്കും, മറ്റെല്ലാവർക്കും ചേനയാണ്. ഇതൊക്കെ കെട്ടിക്കള കേട്ടോ. ഇവരൊക്കെ ഭയങ്കര ദൂരം. അവിടുന്ന് ഇങ്ങോട്ടൊന്ന് കടന്നാൽ ഇന്ത്യയും പാകിസ്ഥാനുമാണ്. അതുകൊണ്ട് കറക്റ്റ് ഇങ്ങനെ കമ്പി വെച്ചൊന്നും കൂടെ ബൈൻഡ് ചെയ്തും കൂടെ വെക്കണം. പെൺകുഞ്ഞിനെ ഞാൻ താഴെ ഇറക്കിയിട്ടുണ്ട്. നിതിൻ പിടിച്ചോളാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മളെ കണ്ട വേഗം ഉള്ളിൽ കയറും. കൊടുക്ക്. മരുന്നൊക്കെ എല്ലാം കുടിക്കുന്നുണ്ട്. വരെ മരുന്ന് കുഴപ്പമില്ല. നീ പിടിച്ചിട്ടുണ്ടാ, ഓടിക്കഴിഞ്ഞാൽ പണിയാവും. മേടിച്ചിട്ടുണ്ട്. ഇതാട്ടാ കുഞ്ഞ്. ഇത് നമുക്ക് കൊടുക്കാനുള്ള പെൺകുഞ്ഞ്. അങ്ങനെ അത് പേടിച്ച് വേഗം കയറുക. ഇതാണ് താഴേക്ക് എടുത്തത്. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഉള്ളിൽ കയറണേ. ഇനി ഇതാ ഞാൻ അതിനെ പിടിച്ച് കരച്ച് രാവിലെ ഒന്ന് വെട്ടിക്കൊടുന്ന പ്ലാവില കേട്ടോ. വെയിലായപ്പോ ഞങ്ങൾ ഇവിടെ പോകുന്നതാണ്. ഇനി വൈകുന്നേരം പോയിട്ട് ഒരു ലോഡ് കൂടെ കൊണ്ടുവരും. ഒരു ലോഡ് പറഞ്ഞാൽ ഇപ്പൊ ഇതൊരു ഫുൾ ലോഡ് ആയിട്ടില്ല, നമ്മൾ തന്നെ കുടിച്ച് പോയിട്ട് എടുത്തുകൊണ്ടിരാം. അപ്പൊ ഇത് ഇത്രയും ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നല്ലൊരു ലോഡ് കൊടുത്താൽ നമുക്കൊരു 3-3.5 ദിവസം വരെ മാക്സിമം കിട്ടുള്ളൂ, നല്ല ടൈറ്റ് ലോഡ് കൊണ്ടുവരികയാണെങ്കിൽ. പിന്നെ തേങ്ങ പിണ്ണാക്കിന്റെ കാര്യം പറയണ്ട. ഇപ്പൊ തേങ്ങയ്ക്ക് വില കൂടിയ അനുസരിച്ച് പിണ്ണാക്കിന് ഇപ്പം 48, ഹോൾസെയിൽ റേറ്റ് തന്നെ 44 വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇനി ഇവിടെ അടുത്തുനിന്ന് ഒരു മില്ലിലായിട്ടുള്ള ബന്ധം കൊണ്ട് അവിടെ 38 കിട്ടുന്നുണ്ട്. ആവുന്നത് ഞാൻ അവിടെ പോയിട്ട് വേമ്പോ എടുത്തുകൊണ്ടിരില്ല. അപ്പൊ ചെലവും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പൊ അതിനനുസരിച്ച് ഇതാ ഈ മുട്ടന്മാരെയും അവിടെ ഒരു പെൺകുഞ്ഞിനൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ വീഡിയോ കണ്ടിട്ട് ആവശ്യമുള്ളവരൊക്കെ വരിക. എന്ത് ചെയ്യുക, ഒരു മാന്യമായിട്ടുള്ള വില കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുക്കും. വലിയ വാശിയും കാര്യങ്ങളൊന്നും വിലയിലൊന്നും ഇല്ല. എന്നാലും ഞങ്ങളെ റിസ്കിനും കാര്യത്തിലുള്ള ഒരു വില കിട്ടിയാലേ ഇതൊക്കെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരു വില കിട്ടുന്നതുകൊണ്ടാണ് ഈ ആളുവളർത്തൽ കുറച്ചെങ്കിലും ലാഭകരമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നത്.